എല്ലാവർക്കും നമസ്കാരം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ഒരു ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ BJPയുടെ വനിതാ പ്രവർത്തകർ തടഞ്ഞു. എന്തിനാ തടഞ്ഞേ എന്നുള്ള കാര്യം NDAയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. രമേശ് പിഷാരടി സ്ഥാനാർത്ഥി പറഞ്ഞത് അവിടെ അവർ വോട്ട് ചോദിക്കാൻ എത്തിയില്ല. അവർ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്. അവരെ തീർത്തും തടഞ്ഞു വയ്ക്കാൻ ഒരു കൗൺസിലർ നേതൃത്വം പറയുന്നത്. നോക്കൂ, ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ, അതായത് ഇന്ന് നടന്ന വളരെ കേരളം ഞെട്ടലോടുകൂടി ചർച്ച ചെയ്ത ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്തായിരുന്നു? UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അടിയന്തരമായി പ്രക്ഷോഭം എന്ന് പറയുന്ന പെണ്ണുപിടിയനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്ന് പറയേണ്ട UDF സ്ഥാനാർത്ഥി കമാനൊരക്ഷരം ഈ നിമിഷം വരെ വേണ്ടിയിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയോട് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള സ്ത്രീ പീഡന കേസുകളിൽ ദിവസങ്ങളോളം അവർക്ക് വേണ്ടി യാതന അനുഭവിച്ച് നിരവധി സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാവണം. കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കുന്ന, അവരുടെ മാംസത്തിന് വില പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പുറത്തിറക്കിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതാണ് UDFന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരുടെ കൂട്ടാളി ഇട്ടിട്ടുള്ളത്. ഫെനി പേര് ഞാനിപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഫെനി നൈനാൻ. ഈ ഫെനി നൈനാനൊക്കെ ഇതിന് മാത്രം ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ആരാണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടം? ആരാണ് ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? ആരാണ് ഇവിടുത്തെ ആശാൻ ഷാഫി പറമ്പിൽ? ഇവർക്ക് ആരാണ് ഇവിടെ കേരളത്തിലെ പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തിട്ടുള്ളത്? എന്തിനാണ് കേരളത്തിലെ പോലീസ്, എന്തിനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരം ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടിയെ നികൃഷ്ടമായി പീഡിപ്പിച്ചിട്ട് അത് ഞാൻ വേദനിക്കുന്നുവെന്ന് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാതെ ഇപ്പൊ എന്താ പറയുന്നത്? അമ്മമാർ പ്രതിഷേധിച്ചു. അമ്മമാരുടെ പ്രതിഷേധം ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലൊരു സംസ്കാരമുണ്ട്. കേരളത്തിൽ നക്സലൈറ്റ് അജിതയാണെങ്കിലും, കേരളത്തിൽ മരിച്ചുപോയിട്ടുള്ള സുഗതകുമാരി ടീച്ചറാണെങ്കിലും, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗൗരിയമ്മയാണെങ്കിലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു പൊതുപ്രവർത്തകരും കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന വിഷയമുണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേട്ടക്കാരനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? വേട്ടക്കാരന്റെ കൂടെ നിൽക്കുക, വേട്ടക്കാരന് തണലൊരുക്കുന്ന ഷാഫി പറമ്പിലിന്റെ കാര്യം എന്താ ചോദിക്കാത്തത്? എന്താ ആശാനെ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ?